ശരണമയ്യപ്പാ. എന്താ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? മിണ്ടണില്ല. അതെന്താ? അറിയില്ല. പനിക്കുന്നുണ്ടോ? പിന്നെ ഇപ്പൊ അരിയിട്ട മലരാവും. ഭയങ്കര പനി, കണ്ണുറക്കണില്ല. ആ അതെന്താന്നറിയാമോ? ഇന്നലെ മറ്റേ കാടഫ്രൈ ഇല്ലേ, അതെല്ലാം കൂടെ വലിച്ചു വാരി കയറ്റിട്ട് വയറ് സ്തംഭിച്ചിട്ടുണ്ടാവും. അല്ല അല്ല സ്വാമി, വർത്താനം ഒന്നും പറയുന്നില്ല. അത് ഉറഞ്ഞിരിക്കും, എണീറ്റോ? അല്ല കാര്യങ്ങൾ മുള്ളൊക്കെ ഉണ്ടോ? വാ ഒന്ന് പോയി നോക്കാന്നോ. സ്വാമി ശരണമയ്യപ്പ, നടക്ക് നടക്ക്. ക്ലീറ്റോ, 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 ചേട്ടാ ക്ലീറ്റോ ഒന്ന് നോക്കിയേ. ഇതെന്താ പറ്റിയേ? നല്ല പനി. എന്താ ചെയ്യണ്ടേ? ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി വണ്ടി വിളിച്ചിട്ട് വാ. ഒന്ന് എണീപ്പിച്ചോ. എണീക്ക്, പതിയെ എണീക്ക്. വണ്ടി വിളിക്കണ്ടേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വണ്ടി വിളിച്ചിട്ട് വേഗം വിളിക്ക്, വേഗം വിളിച്ചോ. ക്ലീറ്റോ ഒന്ന് നോക്കി, എന്നെ നോക്കി. ക്ലീറ്റോ എന്താ തണുക്കണ? അപ്പൊ നാളെ പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എങ്ങനെയാണ് കാര്യങ്ങള്? ഒന്നുമില്ല, നാളെ ഉച്ചക്കാണ് കെട്ടുന്നറ. ആ നീ ഇനി നാളെ ഓഫീസിൽ പോകുന്നു വേണ്ട, ലീവ് എടുത്ത് തന്നിട്ട് പോരും. ആണോ? അങ്ങനെ പോയാലൊരു 10-35 പേര് സ്വാമിമാരുണ്ടാവും, പിന്നെ നമ്മുടെ വീട്ടുകാരും ഒക്കെ ഉണ്ടാവുമല്ലോ. ശരി, അപ്പൊ എല്ലാരും കൂടി ഇവിടെ വരുമോ? എല്ലാരും കൂടി ഇവിടെ വരുമോ? ആ എല്ലാവരും ഇവിടെ വരും, ഇവിടെ ലാസ്റ്റാണ്. ആ അപ്പൊ ഈ ഞാൻ വിചാരിച്ച എന്താണെങ്കിൽ കെട്ടുനിറ കഴിഞ്ഞിട്ട് നേരെ ശബരിമലയിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാമെന്നാണ്. പക്ഷേ ഈ സ്വാമിമാരൊക്കെ പറയണത് ഈ അമ്പലങ്ങളിലൂടെയൊക്കെ പോയി എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തിയിട്ട് പോകാന്നുള്ള അഭിപ്രായക്കാരാ. അപ്പൊ പിന്നെ അതിന് കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല. ശരി, അപ്പൊ ഒരാഴ്ച എടുക്കും തിരിച്ചു വരാൻ? ഒരാഴ്ചയല്ല, 4 ദിവസം. 3 ദിവസം. അപ്പൊ 2-3 ദിവസം തക്കിളി നടക്കുവോ? ഇതൊക്കെ ചോന്നുണ്ട്. ആ കൂട്ടത്തിലുണ്ടല്ലേ? ആ ജമന്തി, ഉമ്മ കുറച്ച് തേങ്ങ തന്നു വിട്ടിട്ടുണ്ടായേ അന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് പറ്റുമോന്ന് നോക്ക്. ഉണങ്ങിയത് വേണോന്ന് പറഞ്ഞോണ്ട് അത് മാത്രമാണ് കൊണ്ടുവന്നത്. കുഴപ്പമില്ല, അമ്മാവനും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടില്ലേ? ഇതിനാണ് ഇത്ര ഒരുപാട് തേങ്ങയൊന്നും വേണ്ടല്ലോ. അല്ല, ഇതില് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ നമുക്ക്. ഫാസിലും കൂടി വേണേ പോവായിരുന്നു. പോണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ രണ്ടുപേരും കൂടി ലീവ് എടുത്തു പോയാൽ പിന്നെ ഓഫീസിലാകെ ബുദ്ധിമുട്ടാവും. പിന്നെ ഞാൻ അതിന്റെ നേർച്ചയൊക്കെ അവന്റെ കൊടുത്തു വിടണ്ടല്ലോ. ഇന്ന് വൈകിട്ട് തന്നെ പന്തലിടാൻ ആള് വരും കേട്ടോ. പിന്നെ നീ ഒരു കാര്യം ചെയ്യണം, നാളെ ഉച്ചവരെ ലീവ് എടുത്തു. അല്ലാതെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് വന്നാ പോരെ? കെട്ട് നിറക്കുന്ന ഉച്ചക്കല്ലേ. അത് നീ ഉച്ച കഴിഞ്ഞ് വന്നിട്ട് എന്താ കാര്യം? അത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട പോലെ ചെയ്തോളാം, കുഴപ്പമില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ തങ്ക ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞേ? വിളിച്ചോ? ഇപ്പൊ വരൂന്നല്ലേ പറഞ്ഞേ. ഇതെന്താ വരാത്ത പോലും? നിസ്സാര പ്രശ്നമായിരിക്കുള്ളൂ. നിസ്സാര കാര്യം എന്തായാലും ആയിരിക്കുള്ളൂ. അവൻ എന്തൊക്കെയോ തിന്ന് കയറ്റിട്ടേ വയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, എനിക്ക് അതാ തോന്നുന്നത്. അവന് കുഴപ്പമൊന്നും ഉണ്ടാവൂലെന്ന്, അതൊക്കെ പോരും പെട്ടെന്ന്. ഇനി ഇവള് കൊണ്ടുപോണ ചെലവാവും, ബൈക്കൻ്റെ ഒരു ഓർത്ത് പോയി ന്യൂട്രല് നമ്പറിൽ കിടക്കാനും മതി. നിന്റെ ഡാഡി നല്ല മുതലാണ്. അതെ, ഒരു ഓട്ടോറിക്ഷ അവനാന്ന് തോന്നാം. കൊട വേണോ? കൊട എടുക്കണോ? മൂക്കിൽ പനി. മഴ നനയുണ്ടാവും. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ലടാ. ന്യൂമോണിയയുടെ ആരംഭാന്ന് ആരറിഞ്ഞത്? ന്യൂമോണിയയുടെ ആരംഭാന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴല്ലേ അറിഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് അന്ന് കൊണ്ടുവന്ന കാടയും അതും ഇതൊക്കെ ചുട്ടോ വേവിച്ചൊക്കെ തിന്നുകയും ചെയ്തു. കരളിന് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെന്ന്. കരളിന് ഇൻഫെക്ഷൻ ഉണ്ടോ? ഈ ന്യൂമോണിയ വന്നിട്ടേ. അയ്യോ, അപ്പൊ അത് വളരെ സൂക്ഷിക്കണം. പിന്നെ സൂക്ഷിക്കണം. ഇങ്ങോട്ട് കേറിയാ മഴ കൊള്ളണ്ട. അതിപ്പോഴേ ഈ കരളിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് കള്ളുകൂടി കൂടി വേണ്ട. അതെ അളിയാ, നീ ഇനി മദ്യപാനം പരമാവധി കുറക്കണം. ഇല്ലെങ്കിൽ അസുഖം മൂർച്ഛിച്ചിട്ടേ ചിലപ്പോ അവസാനം മരണത്തിന് ഇടയാക്കും. ഇത് കിട്ടണതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെറുതെ കിട്ടാന്ന് പറഞ്ഞാൽ കുടിക്കും. അത് പറ്റില്ല. ഇനി പറ്റാതിരിക്കാനൊന്നുമില്ല. 1 വർഷത്തേക്ക് ഒന്നും പാടില്ല. കള്ളുകൂടിയില്ല, ഇറച്ചിയില്ല, മീനില്ല, മുട്ടയില്ല, ഒന്നുമില്ല. പച്ചക്കറി. ഇവനല്ലേ, ഇവന് ഇറച്ചി മീനും ഇല്ലാതെ ഭക്ഷണം കഴിക്കൂലല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ എന്റെ ക്ലീറ്റോ വേഗം അസുഖം മാറാൻ വേണ്ടിട്ട് അടുത്ത വർഷം മല ചവിട്ടാന്ന് നേർന്നിക്ക.
ഇവനാ ശബരിമലയ്ക്കോ സ്വാമിയേ ശരണയ്യപ്പ.